ദൈവത്തിൻ്റെ കരുണ അത്യധികമായി നമ്മിലേക്ക് നിറയാൻ വേണ്ടി ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തിരുവോസ്തയിൽ ജീവനുള്ള കർത്താവ് നമ്മുടെ മധ്യേ ഇറങ്ങി വരാൻ വേണ്ടി പോവാണ്. അവിടുത്തെ തിരുസാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തും. കൃപയുടെ ഈ ദിവസങ്ങൾ, അനുഗ്രഹത്തിൻ്റെ ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ കർത്താവ് ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുകയാണ്. ഈശോയെ, നിന്റെ അനന്തമായ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പ്രാർത്ഥനാ ഗാനത്തോടെ അൽത്താരയിലേക്ക് രാജകീയമായി അധികാരത്തോടെ വരുന്ന കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ചേർന്ന് പാടിക്കേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന 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 ഈശോയെ, ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം. നടുവൊക്കെ നിവർത്തി, കരങ്ങൾ മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കുക. കണ്ണുകൾ തുറന്ന് അൽത്താരയിൽ ഈശോയെ കാണുക. തിരുസാന്നിധ്യമായി ഈ തിരുവത്താഴ മേശയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥൻ മനുഷ്യ മക്കളോട്, നമ്മളോടുള്ള വലിയ കരുണയുടെ അടയാളമായിട്ടാണ് ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ. കണ്ണുകൾ ഈശോയിലേക്ക് മാത്രം തിരിക്കുക. മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ഈ കർത്താവിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ ജീവിതമെന്ന് ഉറച്ച് വിശ്വസിക്കുക. മുന്നോട്ട് നയിക്കുന്നത് കർത്താവാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെയും കൈപിടിച്ച് നടത്തിയത് ഈശോയാണ്. വേദനകൾ ഉണ്ടായി കാണാം, സങ്കടങ്ങൾ ഉണ്ടായി കാണാമെങ്കിലും അവിടുന്ന് കൂടെ ഉണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, നീതിമാൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാണ്. നീതിമാൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവനെ സ്പർശിക്കില്ല. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് നോക്കിക്കേ. നിൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്നേഹത്തിൻ്റെ ആ മഷിത്തണ്ട് കൊണ്ട് എഴുതിയിടണം. എന്നെ സ്നേഹിക്കുന്ന ഈശോ തൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ഭാവമായ തൻ്റെ തിരുരക്തത്തുള്ളികൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എഴുതിയിട്ടിരിക്കുന്ന വാക്കാണ്, നിൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലാണ്. യുവർ ലൈഫ് ഈസ് ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ കരങ്ങളിലാണ് നിൻ്റെ ജീവിതം. ഭയപ്പെടരുത്, സങ്കടപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഒരിക്കലും കെടാതിരുന്നൊരു കൃപയാണ് അനശ്വരമായ പ്രത്യാശ, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു പ്രത്യാശ. ജീവിതം നമ്മുടെ മുമ്പിൽ സങ്കടങ്ങൾ കൊണ്ട് തരുമ്പോഴും, വേദനകൾ ഏൽപ്പിക്കപ്പെടുമ്പോഴും, അകാരണമായിട്ടൊക്കെ നമ്മൾ വേദനകൾ ഏൽക്കേണ്ടി വരുമ്പോഴും, അനീതി
ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് വേദനകൾ സമ്മാനിക്കുമ്പോഴും ഇவ்விധം പരീക്ഷിക്കപ്പെട്ട് നീതിമാനായി കാണപ്പെട്ടവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തി ചോദിക്കുന്നത് പോലെ അത്രയും പരീക്ഷണങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ പിടിച്ചു നിന്ന് അനശ്വരമായ പ്രത്യാശയിൽ നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹമാകും. വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ വൈക്കോലിൽ തീപ്പൊരിയുന്ന പോലെ നീ കത്തിപ്പടരും. ഈശോ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ഈ ജ്വലനം നഷ്ടപ്പെട്ട അവസ്ഥ, അതിന് പല കാരണങ്ങളുണ്ടാകാം. വേദനകളോ സങ്കടങ്ങളോ കടബാധ്യതകളോ രോഗങ്ങളോ പ്രിയപ്പെട്ടവരുടെ അകൽച്ചയോ ഒക്കെ ആയിരിക്കാം. ഈ തീപ്പൊരിക്ക് ആ ചൂട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങി, ദൈവപിതാവിൻ്റെ വലിയ കരുണ ഇറങ്ങി, ഈശോയുടെ സ്നേഹം ഇറങ്ങി ആ വൈക്കോലിന് തീ പിടിക്കുകയാണ്. തീപ്പൊരി പോലെ കത്തിപ്പടരും. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങട്ടെ. അവിടുത്തെ തിരുസാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനത്തിൽ ഈശോയിൽ നിന്ന് അകന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ അവരുടെ മേലേക്ക് നിറയപ്പെടണം. ഈശോയെ അറിവില്ലായ്മ മൂലം, തെറ്റായ രീതികൾ മൂലം, പഠനങ്ങൾ മൂലമൊക്കെ അങ്ങിൽ നിന്ന്, തിരുസഭയിൽ നിന്ന് അകന്നുപോയ എല്ലാ മക്കൾക്ക് വേണ്ടി ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരുണ എല്ലാവരിലേക്ക് ചൊരിയണം. നമുക്ക് രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അവിശ്വാസം മൂലം, സംശയങ്ങൾ മൂലം, എതിർചിന്തകൾ മൂലം അങ്ങിൽ നിന്ന്, അങ്ങയുടെ തിരുസഭയിൽ നിന്ന്, വിശുദ്ധ കൂദാശകളിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊക്കെ അകന്നുപോയ എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അവരിലേക്ക് അവിടുത്തെ കരുണ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക് കർത്താവേ കരുണ ചൊരിയണമേ. അവിശ്വാസത്തിന്റെ മൂടുപടം എടുത്തു മാറ്റി വിശ്വാസത്തിന്റെ തെളിച്ച നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിലേക്ക് അങ്ങനെ വലുതായ പ്രത്യാശ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ ഈശോയെ കനിവ് തോന്നണമേ, കുടുംബങ്ങളിലേക്ക് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ണെങ്കിലും അലിവ് തോന്നണമേ. നമ്മുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും അവിശ്വാസത്തിന്റെ ഇരുട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോയെ സംശയിച്ചു പോയിട്ടുണ്ട്, വചനത്തെ സംശയിച്ചിട്ടുണ്ട്, തിരുസഭയെ, കൂദാശകളെയൊക്കെ സംശയിക്കുകയും എതിര് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ഒരിക്കൽ കൂടി ആ ഇരടികൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, പാപിയായ എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ വിശ്വാസ ജീവിതത്തോടെല്ലാം കരുണ തോന്നണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ, പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ സമയം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. കരുണയുടെ ഈ 5-ാമത്തെ ദിവസം, 5-ാമത്തെ ഈ നൊവേന, 5-ാമത്തെ ആരാധന നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മതനിന്ദകരെയും ശീഷ്മക്കാരെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ഈശോ ഫൗസ്യമ്മയുടെ ഡയറിയിൽ 1218 ഗണ്യകയിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈശോയിൽ നകന്നുപോയവർ, മതനിന്ദകരെ, ശീഷ്മക്കാരെല്ലാം എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഈശോയുടെ കഠിനവേദനയുടെ സമയത്ത് സഭയാകുന്ന ഈശോയുടെ ശരീരത്തെ, ഹൃദയത്തെയും അവരാണ് കീറി മുറിച്ചത്. അവർ സഭയുമായ ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈശോയുടെ മുറിവുകൾ സുഖപ്പെടുകയും, അങ്ങനെ ഈശോയുടെ മുറിവുകൾ സുഖപ്പെടുക വഴി നമ്മൾ ഓരോരുത്തരുടെയും സഹനങ്ങൾ കുറയുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. നമുക്കതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത്, ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കാം. തിരുസഭയിൽ നകന്നു പോയവർ, മുറിഞ്ഞു പോയവർ, അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയല്ല ഈ സമയം പ്രാർത്ഥിക്കുക. ഭിന്നിച്ച് നിൽക്കുന്ന സഭാ സമൂഹങ്ങളെ ഈശോയുടെ കരങ്ങൾ കൊടുക്കുക. കത്തോലിക്ക തിരുസഭയുടെ ഐക്യത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരാൻ, സഭകൾ തമ്മിലോ ചിന്താഗതികൾ തമ്മിലോ പഠനങ്ങൾ തമ്മിലോ ഉള്ള അനൈക്യങ്ങളെല്ലാം മാറി പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൻ്റെ ആ വലിയൊരു സ്പിരിറ്റ്, വലിയൊരു ആത്മാവ്
നമ്മളെല്ലാം ഒരുമിച്ച് ചേർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളും തിരിച്ചു വരുന്നതിന്, ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം, അങ്ങേ പ്രകാശം അങ്ങ് അന്വേഷിക്കുന്നവരെ അവിടുന്ന് നിരസിക്കുകയില്ലല്ലോ. സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ അങ്ങയുടെ ദയയുള്ള ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ. സഹതാപ സമ്പൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. അതിന് പകരമായി അവർക്കവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ അവർ പുകഴ്ത്തട്ടെ. നിത്യനായ പിതാവേ, വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ ഏറ്റവും പ്രത്യേകമായി അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനഃപൂർവം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയ അങ്ങ് ചൊരിയണമേ. അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി അവിടുന്ന് ഏറ്റ എല്ലാ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ. അങ്ങയുടെ മഹനീയമായ വലിയ കരുണയെ പാടിപ്പുകഴ്ത്തുവാനും അവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുപ്പിക്കണമേ. ആമേൻ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരുണയുടെ ലുത്തിനിയ നമ്മൾ ഈ സമയം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയെ പാടി പ്രാർത്ഥിച്ച് പുകഴ്ത്തുന്ന സമയങ്ങളാണ്. കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി, ഈശോയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. മറുപടിയായിട്ട് നമ്മൾ ഏറ്റു ചൊല്ലുന്നു: ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാകാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായ മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും
വിശുദ്ധർക്ക് അഗ്രഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നമ്മുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നാം എല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മാധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞാൽ മക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമരുളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഈശോയുടെ കരുണ നമ്മൾ യാചിച്ച ഈ സമയം അവിടുത്തെ കൃപ വലിയ സമൃദ്ധമായിട്ട് നമ്മിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മളിന്ന് ആരാധനയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കുക. ഈ സമയം ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും പഠനം, ജോലി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവാണ്. മുൻപിലുള്ളതെല്ലാം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. നമുക്ക് വേണ്ടി വലിയ സന്തോഷം ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. അനുഗ്രഹം ചൊരിയുന്ന വലിയ സന്തോഷം തരുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,